അപ്പോൾ എല്ലാവർക്കും ഫ്ലേവേഴ്സ് ആൻഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്തുണ്ടാക്കാൻ പോണം? ഇന്ന് എഗ് ഫ്രൈഡ് റൈസ്. റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഇത് ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിന് 1.5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ്, സ്പ്രിംഗ് ഓണിയൻ, 3 ക്യാപ്സിക്കം. ഇതിൽ നിന്ന് പകുതി വീതം എടുക്കത്തുള്ളൂ ക്യാപ്സിക്കം. സവാള, വെളുത്തുള്ളി, ക്യാരറ്റ്, ഈ ഒരു പീസ് കാബേജ്, ബീൻസ്, ഇത് 7 മുട്ട എടുത്തിട്ടുണ്ട്, ഉപ്പ്, ഇത് കുരുമുളക് പൊടി, പിന്നെ സോസുകൾ ഗ്രീൻ ചില്ലി, സോയാ സോസ്, ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പച്ചക്കറികളെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പൊ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം നമുക്ക്. ഇതിന്റെ ഗ്രീൻ പാർട്ടും വൈറ്റ് പാർട്ടും രണ്ടായിട്ട് എടുക്കണം. ഇത് വൈറ്റ് പാർട്ട് നമ്മൾ ആദ്യം ചേർക്കും, ഗ്രീൻ പാർട്ട് ലാസ്റ്റിലേ ചേർക്കത്തുള്ളൂ. രണ്ട് സമയത്താണ് ചേർക്കുന്നത്. രണ്ട് സവാള ഈ പരുവത്തിൽ അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. മുട്ട പൊട്ടിച്ചൊരു ബൗളിലോട്ട് ഒഴിക്കാം. നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. വെള്ളം നല്ല വൃത്തിയായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നല്ല കഴുകി വൃത്തിയാക്കിയ അരിയാണ്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ചോറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് റൈസ് തങ്ങളിൽ ഒട്ടി പിടിക്കാതിരിക്കും ഈ ഓയിൽ ഒഴിക്കുമ്പോഴേ. റൈസ് എല്ലാം കുഴഞ്ഞു പോവാതെ കിട്ടും. ഇത് റൈസ് വേവിക്കുന്നതും നല്ല മൊത്തം ഫുൾ വേവാവരുത്. ഒരു 80% ഒക്കെ വേവാവും. കുറച്ച് വേവ് നിൽക്കണം. ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോവാതെ ആ പരുവത്തിൽ നമ്മൾ ഊറ്റിയെടുക്കണം. നമുക്കിത് വീണ്ടും ഫ്രൈ ചെയ്യാനുള്ളതല്ലേ, അതുകൊണ്ട് അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ടയിലേക്ക് കുറച്ച് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇല്ലല്ല, കുഴപ്പമില്ല, കരിയത്തൊന്നുമില്ല. അവിടെ അരി വെന്തിട്ടുണ്ട്. 3/4 വേവായിട്ട്, 3/4 വെച്ചാൽ 80% വേവണം. ഇത് നമുക്ക് ഊറ്റിയിട്ട് തണുക്കാൻ വെക്കാം. ഒരു ഫാനിൻ്റെ അടുത്ത് വെച്ച് തണുപ്പിച്ച് എടുക്കാം. റൈസ്
തിളക്കുമ്പോഴത്തേക്ക് വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കാം. ഉരുളി ഒന്ന് ചൂടായി ഇട്ട്, ചട്ടി ചൂടായിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് മൂത്ത് പോകണ്ട. വെളുത്തുള്ളി ഒന്ന് വഴന്നാ മതി, ചുവപ്പ് കളറൊന്നും ആവണ്ട. അതിന്റെ ഫ്ലേവർ ഒന്ന് എണ്ണയിലോട്ടൊന്ന് പിടിക്കത്തക്ക വിധത്തിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ബാക്കി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പാർട്ട് അരിഞ്ഞില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ക്യാബേജ്, ക്യാപ്സിക്കം അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. വാടാനുള്ള കുറച്ച് ഉപ്പ്, നമ്മുടെ റൈസിൽ ഉപ്പിട്ടിട്ടുണ്ട്, സോസിൽ ഉപ്പ് കാണും. അപ്പം അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വാടി വരണം. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. എല്ലാം നല്ല ഹെൽത്തിയാണ്. എല്ലാം വെജിറ്റബിൾസും ഇതൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ റൈസ് ചേർത്ത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. വെജിറ്റബിൾസ് എല്ലാം നല്ല വൃത്തിയായിട്ട് വെന്ത് ഇനി ഇതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോയാ സോസ് 2 സ്പൂൺ, 1 സ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസാണേ, മറ്റേ ഗ്രീൻ ചില്ലി, ടൊമാറ്റോ എല്ലാം ഓരോ സ്പൂണായിട്ട്. സോയാ സോസ് 2 സ്പൂണും ബാക്കി എല്ലാ സോസും ഓരോ സ്പൂണും. നല്ല തീയില് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ, തീ കുറയ്ക്കരുത്. ഇത് നമ്മള് റെസ്റ്റോറൻറ്റിന്റെ സ്റ്റൈലിൽ വെക്കുന്നോണ്ടാണ് ഈ സോസുകളൊക്കെ വെച്ച് വെക്കുന്നത്. അല്ലാതെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് റൈസ് ആഡ് ചെയ്യാം. നമ്മളിപ്പോ റെസ്റ്റോറൻറ്റ് സ്റ്റൈലല്ലേ വെക്കാന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എല്ലാ പച്ചക്കറികളും സാധനങ്ങളും എല്ലാം അടുത്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ നിൽക്കാനായിട്ട്. റൈസൊക്കെ വേവിച്ച് വെച്ചിട്ടേ, കാരണം ഇത് പെട്ടെന്ന് ഇതിനകത്തോട്ടങ്ങ് ചേർത്തെടുക്കുക ചെയ്യുന്നത്. ഇതിങ്ങനെ കഴിയാൻ തോന്നുന്നു നമുക്ക്. ഇതെല്ലാം അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് തണുക്കാൻ വെച്ചിരുന്ന റൈസാണിത്, ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം.
പൊടിഞ്ഞു പോവാതെ ഇളക്കി ഇളക്കി എടുക്കണം. റൈസേ പൊടിയത്. റൈസിന്റെ എല്ലാ റൈസിന്റെയും കളറ് മാറണം, ഇതിനകത്തൊരു യോജിച്ചേ, അപ്പോഴാണ് ഇത് കറക്റ്റ് പരുവാകുന്നത്. ഇതിനകത്തോട്ട് ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇച്ചിരി നേരത്തെ ഇടേണ്ടതായിരുന്നു, ഞാനൊന്ന് വിട്ടുപോയി, അതുകൊണ്ടാണ്. എന്നിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഈ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞ് വെച്ചതിൻ്റെ ഗ്രീൻ പാർട്ട്, ആ ഗ്രീൻ പാർട്ട് ഇവിടെ ഇതിനകത്തോട്ടങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങ് ഇളക്കണം. ഇത് കുറച്ച് കൂടുതൽ ഇടുന്ന നല്ലതാട്ടോ, ഈ അതിൻ്റെ ഫ്ലേവർ വരും. കടക്കാരാണെങ്കിൽ ഇത് പാത്രം എടുത്ത് ഇങ്ങനെ മറിച്ച് മറിച്ച്, ഹോട്ടലുകാരെ പാത്രം എടുത്ത് മറിച്ച് മറിച്ച് ചെയ്യും. നമ്മളത് ഈ പാത്രം ആയതുകൊണ്ട് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.